പശ്ചിമേഷ്യയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന യുദ്ധമൊഴിയുന്നുവെന്ന് സൂചന. സുപ്രധാന കാര്യങ്ങളിൽ ഇറാനും അമേരിക്കയും ധാരണയായെന്ന് ഇറാൻ മാധ്യമം. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. അമേരിക്കയുമായുള്ള സമാധാന കരാർ അവസാന ഘട്ടത്തിലെന്നും സൂചന. അതിനിടെ ഹോർമൂസിൽ നിന്നും വരുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. ഒമാൻ തീരക്കടലിൽ ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ട്രംപിന്റെ അവകാശവാദം. വിവരങ്ങളുമായി ആദിത്യൻ മുരളി ചേരുന്നുണ്ട്. ആദിത്യൻ, പശ്ചിമേഷ്യയിൽ മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അത് ഒഴിയുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് സമാധാന കരാറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത, പൂർണ്ണമായ ഒരു സമാധാനത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? രമ്യ, ഈ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായ ഒരു സമാധാനം അത് തന്നെയാണ് ഏവരും പ്രത്യാശിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ നിലവിൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഇറാൻ തന്നെ വ്യക്തമാക്കുന്നു, ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു, ഇറാനിയൻ മാധ്യമങ്ങളിലൂടെ തന്നെ വാർത്ത പുറത്തു വരികയാണ്. അതായത് ഏകദേശം ഒരു 80% സമാധാനത്തിനോട് അടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ ഉടമ്പടികളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവെക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ പറയുന്നത് അനുസരിച്ചിട്ട് എല്ലാവിധ കാര്യങ്ങളും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഏതാനും സമയം മാത്രം അവശേഷിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് തങ്ങൾക്കുമുള്ളത്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കരാറിനെ ലോകരാജ്യങ്ങൾ അടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിപണിയിലടക്കം ഇതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണവിലയിലടക്കം അതിന്റെ ഒരു ചാഞ്ചാട്ടം പ്രതിഫലിക്കുന്നത് നമ്മളേവരും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ചില അസ്ഥിരമായ സംഭവങ്ങൾ, ചില സംഭവവികാസങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. നേരത്തെ രമി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കപ്പലിന് നേർക്ക് ആക്രമണം ഉണ്ടാവുകയും 3 ഇന്ത്യൻ നാവികർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അമേരിക്കയെ ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു ഇന്ത്യ അന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു വാദമുണ്ട്. അതായത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേർക്ക് ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇറാൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഫലപ്രദമായി തന്നെ തകർക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവകാശവാദം. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ് തങ്ങൾക്ക് അത്തരമൊരു നടപടി കൈക്കൊള്ളേണ്ടി വന്നതെന്നാണ് നിലവിൽ ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ നിലവിൽ പറയുന്ന ചില ഉടമ്പടികൾ, ചില 14 ഇന ആവശ്യങ്ങൾ അത് അമേരിക്ക അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങി എന്ന് പറയുന്നു. എന്നാൽ അക്കൂട്ടത്തിൽ പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഹോർമുസിൽ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന് അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചു. പക്ഷേ അതിന് ബദലായി ടോളിന് പകരമായ ഒരു ഫീസ് ഈടാക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നിലവിൽ ഇറാൻ കടന്നെത്തും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രധാന കപ്പൽപാതയായിട്ടുള്ള കടലിടുക്ക് തുറന്നു കൊടുക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിയൻ മാധ്യമങ്ങളിലടക്കം അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് ബദലായി ഇറാനുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക പൂർണ്ണമായും പിൻവലിക്കുമെന്ന ഒരു വ്യവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പല വിധത്തിലുള്ള ചർച്ചകൾ കടന്നു പോവുകയാണ്. എന്നാൽ യുദ്ധത്തിന്റെ പ്രധാന യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് അമേരിക്കയ്ക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള ആണവ പദ്ധതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ചർച്ചകൾ അത് അടുത്ത ഘട്ടത്തിലായി മറ്റൊരു ഘട്ടത്തിലേക്ക് സമാധാനം പുലരുന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന രീതിയിൽ തന്നെയാണ് ഇറാനും അമേരിക്കയും ഇപ്പോൾ ധാരണയിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതിന്റെ ചില സുപ്രധാന വിശദാംശങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ അടക്കം നീക്കി ഇറാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് നിലവിൽ അമേരിക്ക കടക്കണം. അങ്ങനെ കടക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും തട്ടുകേടില്ലാത്ത രീതിയിൽ, ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ രീതിയിലുള്ള കരാറിലേക്ക് നമുക്ക് എത്താനായി സാധിക്കും. സമാധാനം വീണ്ടും പുനഃസ്ഥാപിക്കാനായി സാധിക്കും. ലോകരാജ്യങ്ങളെ ഇതിലൂടെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശ കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-നായിരുന്നു ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള സംയുക്ത ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തുന്നതിലുള്ള അതൃപ്തി അടക്കം കഴിഞ്ഞ ദിവസം നെതന്യാഹു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ പിടിവാശിക്ക് മെരുകി തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആസ്ഥാനങ്ങൾക്ക് നേരെയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ ആസ്തികൾക്ക് നേരെയും ഒക്കെ തന്നെ ശക്തമായ ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കൻ
ജനത ശക്തമായ രീതിയിൽ അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ ഒരു തെറ്റായ പ്രവണത എന്ന രീതിയിൽ പിന്നീട് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യുദ്ധലക്ഷ്യങ്ങളൊന്നും തന്നെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ നിറവേറ്റാനായി ട്രംപിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ ഖമനേയിയെ അടക്കം വകവരുത്താനും മുതിർന്ന ഉദ്യോഗസ്ഥരെ അടക്കം നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനും ഒക്കെ തന്നെ അമേരിക്കൻ സൈനികർക്ക് സാധിച്ചു. അമേരിക്കൻ കരുത്തർക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യാശ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അമേരിക്ക വലിയ തോതിലുള്ള നഷ്ടങ്ങൾ തന്നെയാണ് സഹിച്ചിട്ടുണ്ടായിരുന്നത്. മേഖലയിൽ എന്തായിരുന്നാലും സംഘർഷം ലഘൂകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ ലോകരാജ്യങ്ങളടക്കം കൈക്കൊണ്ടിട്ടായിരുന്നു. പ്രത്യേകിച്ചും GCC രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ സംഘർഷ കാലഘട്ടം എന്നുള്ളത് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് ഒടുവിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.